ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ചെക്കനെ നിൽക്കാണ് അറിയിട്ടില്ല. നിൽക്കാൻ വേണ്ടിയിട്ട് മഹർ എടുക്കാൻ വന്നതാണ്. മഹർ എടുക്കാൻ ഞങ്ങൾ ഏൽപ്പിച്ചതേനു, അപ്പോൾ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. പിറ്റേ ദിവസം പുലർച്ചെക്കനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 3 മണിയായപ്പോൾ ഇറങ്ങി. ഇവിടെ 4 മണിക്കാണ് ഒരു ഫ്ലൈറ്റ് ഇറങ്ങുക. ആരെ വരണമെന്ന് നമ്മൾ പറഞ്ഞില്ലല്ലേ. ഇത് 2 അമ്മമാർ, അതായത് ചെക്കൻ്റെ ഒപ്പിയും ചെക്കൻ്റെ ആപ്പപ്പിയും രണ്ടാളും നിൽക്കാൻ വിടാൻ വേണ്ടിയിട്ട് വരികയാണ്. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഓല് വന്നു കേട്ടോ. ഈ ഫസ്റ്റ് വരുന്ന ആളും പിന്നെ അതിൻ്റെ ബാക്കിലുള്ള ഒരു വൈറ്റ് ഷർട്ടാണ്. 2 ആൾക്കാരൊപ്പാണ് വരുന്നത്. ഓൽക്ക് ലഗേജ് ഇട്ടാൻ വൈകിയെന്നാണ് പറഞ്ഞത്. 1 മണിക്കൂറോളം ഞങ്ങളവിടെ പുറത്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓലെ കണ്ട് സംസാരിച്ച് മറ്റോല് വണ്ടി എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നമ്മൾ 2 വണ്ടിയിലാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ ഫസ്റ്റ് മറ്റോല് വണ്ടിയിൽ കയറി പോയി. ഫുള്ളായിക്കണ ആൾക്കാർ. ഇതിൽ പിന്നെ ഞങ്ങൾ 4 ആൾ മാത്രമേ ഉള്ളൂ. ഈ സമയത്തൊക്കെ ആണെങ്കിലോ എയർപോർട്ടിൽ ഫുള്ള് തിരക്കാണ്, ഭയങ്കര ബ്ലോക്ക്. എന്താ വെച്ചാൽ നമ്മൾ കരുതുക ഈ സമയത്തൊന്നും വലിയ വണ്ടികളുണ്ടാവില്ല, വലിയ ആൾക്കാരുണ്ടാവില്ല. പക്ഷേ ഈ സമയത്താണ് കുറേ ഫ്ലൈറ്റ് വന്നിറങ്ങുന്നത്. അതിൻ്റെ തിരക്കൊക്കെ നല്ലോണം ഉണ്ട്. നല്ല മഴയുണ്ടായിരുന്നു, നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ തിരക്ക് പിടിച്ച ദിവസമാണല്ലോ നമ്മളെ പരിപാടിൻ്റെ തലേ ദിവസം. അന്നൊരു വൈകുന്നേരം ആയപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് കയ്യിലും പോകാറുണ്ട് വന്നു. അതിൽ ഞങ്ങളങ്ങനെ ഒരു ട്രെയിനിന് പോയി. നമ്മളെ കരുവാരുണ്ട് റോഡ് ഇപ്പം നല്ല അടിപൊളിയുണ്ടല്ലോ, അതിലങ്ങനെ പോയിന്. അങ്ങനെ ഞങ്ങളൊരു പ്ലാൻ ചെയ്തിനും ഓനക്ക് സർപ്രൈസ് ആയിട്ട് ഒരു ഗ്രൂം ട്യൂബ് എടുക്കണം. ഏതായാലും ഓൻ്റെ ഒപ്പം പുറത്ത് വന്നല്ലേ, കേക്ക് ഇപ്പം തന്നെ വാങ്ങിക്കഴിഞ്ഞും ഓൻ്റെ വേറെ വരണ്ടല്ലോ കരുതി. അങ്ങനെ ഓൻ്റെ അടുത്ത് തന്നെ പൈസ വാങ്ങി. ഉമ്മച്ചിൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പം ഉമ്മച്ചിക്ക് എന്തെങ്കിലും വാങ്ങണം പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ കേക്കൊക്കെ പറഞ്ഞ് കേക്കിൽ എന്ത് എഴുതണം എന്നുള്ളതൊക്കെ എഴുതി കൊടുത്ത് റെഡിയായി. ഓനാണെങ്കിൽ ഉമ്മച്ചിൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചും ചെയ്തു. കാര്യമായിട്ടൊന്നും ചോദിച്ചില്ല. ഓന് സംഭവം ഒരു കോളിലേനു. അപ്പോൾ അതിൻ്റെ ഇതിൽ ഒന്ന് ശ്രദ്ധിച്ചല്ല. അങ്ങനെ അയാൾ കേക്കിലൊക്കെ എഴുതി പുതുമണവാളിന് മംഗളാശംസകൾ എന്നൊക്കെ എഴുതി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പൈസക്കാരാണ്, ഒന്നും നോക്കിയില്ല. ഞങ്ങളെ ചെക്കൻ ഫുൾ ചെലവിലാണ്. നാളെ കല്യാണം. നമ്മള് നിക്കാന്റെ വീഡിയോ എന്നൊക്കെ പറഞ്ഞേനി. പുതിയാപ്പിള നമ്മള് കാട്ടി കൊടുത്തിട്ടില്ലേനി. അതാണ് പുതിയാപ്പിള. സർപ്രൈസ് ആയിരുന്നു. ഇപ്പൊ ഇവലൊക്കെ ഉണ്ടോ? അപ്പം എവിടുക്കാന്നൊന്നും ഇല്ല, കയറി കൂടിക്കണേ. സർപ്രൈസ് ആയിരുന്ന. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. അതിൽ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കും മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട്. ഞാനും പിന്നെ ഞങ്ങളൊരു അമ്മയുണ്ട്, ഞങ്ങൾ 2 ആളും മൈലാഞ്ചി ഇടാം. അപ്പോൾ 2 ആൾക്കാരാണ്ട് ബാക്കിയുള്ളവരൊക്കെ കാത്ത് നിൽക്കുകയാണ്. കുറച്ച് റിച്ചുവിനും ഓൽക്കൊക്കെ ഇട്ടുകൊടുത്തു, ബാക്കിയുള്ളവർക്ക് അങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാവരും കൂടി ആയിട്ട് നല്ല രസമായിരുന്നു സംഭവം. എല്ലാവരും കൂടി കൂടണേന് നല്ല രസമാണല്ലോ. അപ്പോൾ ഞങ്ങൾ കുറേ ആൾക്കാരുണ്ട്. ഞങ്ങൾ 18 പേരക്കുട്ടികളുണ്ട്. അതിൽ വലുതാണ് ഓൻ്റെ താഴെ ഞാൻ. അങ്ങനെ ഞങ്ങളുടെ വലിയ ആളെ കല്യാണമാണ്. ഞങ്ങളുടെ ചെക്കന്മാരുടെ ഫസ്റ്റ് തള നിക്കാഹാണ് വരുന്നത്. പെൺകുട്ടികളുടെ ഇൻ്റെതും അച്ചുവിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി റിച്ചുവിൻ്റെ ഇൻഷാ അല്ലാഹ് അടുത്തായിട്ട് ഓൾതും വരുന്നുണ്ട്. അങ്ങനെ ഇവരൊക്കെ ലോഡിങ് ആണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഗ്രൂപ്പ് ട്യൂബും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിച്ചു. ചെറിയ വീഡിയോ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ആക്കി.